കഴിഞ്ഞ ദിവസമാണ് 10 പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു നിയമനം അത് പുതുച്ചേരി ഗവർണറുടേതാണ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കെ കൈലാഷ് നാഥനെയാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചത്. മോദിയുടെ അതിവിശ്വസ്തൻ എന്ന് അറിയപ്പെടുന്ന കൈലാഷ് നാഥൻ ഒരു മലയാളിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ മലയാളിയായ കെ കൈലാഷ് നാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കുമ്പോൾ അത് കേരളത്തിൽ BJPയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലെ BJPയിലും ഉണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ച കേരളത്തിലെ BJPക്ക് മേൽ ഇനി കൈലാഷ് നാഥിന്റെ ശ്രദ്ധയുണ്ടാകും. കൈലാഷ് നാഥിനെ പൊതുരംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കേരളത്തിന് അടുത്തായി കൈലാഷ് നാഥിനെ നിയോഗിച്ചതും അതിന്റെ ഭാഗമായാണെന്ന് വിലയിരുത്താം. നിർണായക കാര്യങ്ങളിൽ മോദിയുടെ വിശ്വസ്തനായ ഉപദേഷ്ടാവായിരുന്ന കൈലാഷ് നാഥൻ ഗുജറാത്തിൽ 30 വർഷത്തെ സേവനത്തിനിടയിൽ പല പ്രധാന പദവികളും വഹിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനും സർവോപരി ഒരു മലയാളിയുമായ കൈലാഷ് നാഥിനെ മലയാളി എന്ന പരിഗണനയിലാണ് ലഫ്റ്റനന്റ് ഗവർണർ ആക്കിയതെങ്കിൽ ഇനി ഒരാൾക്ക് കേരളത്തിൽ നിന്നും ഗവർണർ പദവി കിട്ടാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലുകളുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥൻ. 1979 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷവും ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടർന്നു. കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശിയാണ് കൈലാഷ് നാഥൻ. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം വിരമിച്ചത്. പിന്നാലെ തന്നെ പുതിയ പദവി നൽകി തന്റെ വിശ്വസ്തനാണ് കൈലാഷ് നാഥൻ എന്ന സന്ദേശം നൽകുക കൂടിയാണ് BJP ദേശീയ നേതൃത്വം. രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായ കൈലാഷ് നാഥനാണ് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെ പോലും BJPയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതെന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ കൈലാഷ് നാഥിനെ നിയോഗിക്കുന്നത്. അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ, ഗുജറാത്ത് ഫിനാൻഷ്യൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ, ഗുജറാത്ത് മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ടെങ്കിലും മോദിയുടെ ഓഫീസിലെത്തിയതോടെയാണ് കരുത്തനായി മാറിയത്. മാരിടൈം ബോർഡിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഗുജറാത്തിലെ തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിച്ച് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഡൽഹിയിലേക്ക് പോകാതെ ഗുജറാത്തിൽ തുടർന്ന് മോദിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി. അതേസമയം മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ ഗവർണർമാരെ നിയമിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടക്കം കാലാവധി പൂർത്തിയാകുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ കാലാവധി ഉടൻ അവസാനിക്കും. ഈ സമയം ഒരു മലയാളി കൂടി ഗവർണറാകുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ സ്ഥാനത്തേക്ക് എത്താൻ കേരളത്തിലെ പല BJP നേതാക്കളും പല നീക്കങ്ങളും നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചിലരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നും വിവരമുണ്ട്. K രാമൻപിള്ള, കുമ്മനം രാജശേഖരൻ, പത്മജ വേണുഗോപാൽ തുടങ്ങി നിരവധി പേരുകൾ പരിഗണനയിലുണ്ട്. നിലവിൽ രാജസ്ഥാൻ, തെലങ്കാന, സിക്കിം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, മഹാരാഷ്ട്ര, പഞ്ചാബ്, ചണ്ഡീഗഡ്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്.